ഇപ്പൊ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെയോ അല്ലെങ്കിൽ H1 വിസയിൽ എത്തുന്നവരെയോ അല്ല അമേരിക്ക പ്രധാനമായി കാണുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കാർഡുണ്ട്, ഗോൾഡ് കാർഡ്. അതായത് $5 മില്യൺ മുടക്കുകയാണെങ്കിൽ ഒരു ഗോൾഡ് കാർഡ് കൈവശപ്പെടുത്താം. അത് എംപ്ലോയിക്കോ ആർക്ക് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ സ്വന്തമായി അവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ പണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അമേരിക്കയെ വലിയ തോതിലുള്ള ഡെറ്റിൽ നിന്നും കടക്കെണിയിൽ നിന്നും കരകയറ്റാൻ ട്രംപ് കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പമാർഗം, ഷോർട്ട് കട്ട് ആയി വേണമെങ്കിൽ ഈ ഗോൾഡ് കാർഡിനെ കാണാം. അപ്പോൾ ഗോൾഡ് കാർഡുമായി അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈനയോ ഇന്ത്യയോ ജപ്പാനോ ഒക്കെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്ക് മുന്തിയ പരിഗണന ലഭിക്കുകയും ട്രഡീഷണൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ H1B വിസയിലെത്തി ഭാവിയിൽ ഭാര്യ മക്കൾ എല്ലാവരും വന്ന് അമേരിക്കയിൽ സ്ഥിരതാമസമാകാൻ, സിറ്റിസൺഷിപ്പ് എടുക്കാൻ മോഹിക്കുന്ന ആളുകൾക്ക് അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ.